ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ബട്ടർ നാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഏതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഈസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ സോഫ്റ്റായിട്ട് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ച് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ ചെറിയ ചെറിയ ബോൾസാക്കി പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് 4 ബോൾസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നല്ലോണം പരത്തിയെടുക്കാം. ഇനി ഒരു ബോൾസ് എടുത്തിട്ട് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണ്ടിക്ക് ഏത് ഷേപ്പിലും പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ ഷേപ്പാക്കി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ചും കൂടി മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടി ഏത് എള്ളും യൂസ് ചെയ്യാം. ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ നമുക്കിത് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് എല്ലാം ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് പാനിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ എല്ലായിടയ്ക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. നേരെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിടണ്ട. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇങ്ങനെ കനലിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ തേച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഗാർലിക് ബട്ടർ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.